അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊക്കോ കോമ്പറ്റീഷന് പോയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസിന് പോവുകയാണ് 2-3 ദിവസം മുന്നേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കൂളിൽ നിന്ന് നമ്മൾ വേറെ സ്കൂളായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്തിട്ട് ഞങ്ങളുടെ ടീമിനൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഔട്ടായി, തോറ്റു. എന്നാലും എൻ്റെ ടീമിന് വേണ്ടിയിട്ട് എനിക്കൊരു സ്കോറ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജില്ലയിലേക്ക് പോകുമ്പം അങ്ങനെ സ്കോർ ചെയ്തവരൊക്കെയാണ് സെലക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് റൂള് കാര്യങ്ങൾ അറിയില്ല, കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ കൊക്കോ കളിക്കുന്നതും എല്ലാം ഇങ്ങനെ കോമ്പറ്റീഷന് വരുന്നതും ഒക്കെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജില്ലാ കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. അങ്ങനെ സെലക്റ്റായി. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കൊടകര ഞങ്ങളുടെ സ്കൂൾ അവിടെ വിദ്യാനികേതൻ്റെ സ്കൂളിലേക്ക് പ്രാക്ടീസിന് വന്നതാണ്. അപ്പോൾ ഒരുപാട് നേരത്തെ തന്നെ നമ്മൾ വന്നു. അവിടെ വന്നിട്ട് നമ്മൾ പെട്ടുപോയിട്ടോ, കാരണം റോഡ് എവിടേക്കോ ബ്ലോക്ക് ചെയ്തേക്കും പൊളിച്ചേക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോ കിട്ടാൻ കുറച്ച് നേരം പോസ്റ്റായി. അപ്പോൾ ആ നേരത്ത് അമ്മ അവിടെ അടുത്ത് തൊട്ടപ്പുറത്ത് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയതാണ്, ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കടയിലെ ആ ചേട്ടനൊക്കെയാണ് നമ്മളെ ഈ ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക്, വിദ്യാനികേതൻ്റെ സ്കൂളിലേക്ക് പോവാണ്. അങ്ങനെ പിന്നെ അവിടെ എത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ റെഡിയായി ഇരുന്നു. അപ്പോൾ ആ കാഴ്ചകളാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അല്ലില്ല മുഖം വിളിച്ചടിച്ചിട്ട് കാണാല്ലേ, കാണില്ലല്ലോ. അയ്യാ, നമ്മളിവിടെ സ്പോർട്സ് റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ. ഫാനൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ എത്തുന്നേ ഉള്ളൂ. So we are waiting for them. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രസ്സ് പറയുന്നതായിരുന്നു. മകൾക്ക് വാരിത്തരുന്ന അമ്മ. അപ്പം അങ്ങനെ അവിടെ ചെന്നു. എല്ലാ സ്റ്റുഡൻസ് എത്തിയതിന് ശേഷം നമ്മൾ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. 1-2 തവണ നമ്മൾ ജസ്റ്റ് കളിച്ച് നോക്കി. അപ്പോൾ ബാല, കിഷോർ അങ്ങനെ ആയിരുന്നു സെക്ഷൻ ഉണ്ടായിരുന്നത്. ശിശു, ബാല, കിഷോർ കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചതിരിഞ്ഞിട്ട് അവിടെ അടുത്തുള്ള കോടാലിയുള്ള സ്കൂളിൽ നിന്നും കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സ്കൂൾ ബസ്സിൽ നമ്മളെ മണ്ണുത്തി വരെ ഇറക്കി തന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ KSRTCയിൽ കയറി വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ അമ്മയുടെ മടിയിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ എനിക്ക് സീറ്റ് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്കൊരു ഓഫറിങ് ഉണ്ടായിരുന്നു, ഒരു ഷേക്ക്. അതിൻ്റെ ഷേക്കും കുടിച്ച് നമ്മൾ എന്താ പറയുക, കുന്നോളം ബസ് കയറി വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, സ്കൂളിൽ നിന്ന് എന്നെ മാത്രം സെലക്ട് ചെയ്ത് ഒരു പ്രൗഡ് മൊമെൻ്റാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്തൊക്കെ. സ്കൂള് വിട്ട ഒരു സമയം കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വീട്ടിൽ പോന്നു. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ മാച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ രാവിലെ തന്നെ, അത് നമ്മുടെ പാലക്കാടായിരുന്നു കേട്ടോ നമ്മുടെ മാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രാവിലെ അല്ല, നമ്മൾ ഉച്ചരിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. എന്തായാലും 2 ദിവസം അവിടെ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ വരും. കാരണം ഇന്ന് നമ്മൾ വൈകുന്നേരം എത്തി, ഇന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം വൈകുന്നേരമായിരിക്കും വരാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ഉണ്ണിക്കുട്ടന് വിഷമമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാകെ ഒരു ഹറിബറി ആയിട്ടുള്ള യാത്രയായിപ്പോയി. എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. എനിക്കുണ്ടായി കുറച്ച് ഡിലേ ആയിപ്പോയിട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മണ്ണുത്തിയിലെത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മുടെ മറ്റേ ആ സ്കൂളിലെ വാനിൽ പോകാമെന്നായിരുന്നു, ബസ്സിൽ പോകാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ലിസ്റ്റ് കാണാതെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നതുകൊണ്ട് അമ്മമ്മ അത് തൃശ്ശൂർ കൊണ്ടുവന്ന് തന്നിട്ടാണ് നമുക്ക് വണ്ടിയിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചൊരു ഹറിബറി ആയിട്ടുള്ള ഒരു പോക്കായിരുന്നു നമ്മുടെ അത്.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് പോയിട്ട് നമുക്ക് അങ്ങനൊരു ഇതുണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ സെൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് കയറുന്നത്, നമ്മുടെ പാലക്കാട് ബസ്. അപ്പോൾ അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കുറേ വളവും തിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് സഹസ്രനാമം നേരത്തെ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി റോഡ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ മാത്രം അവസാന ബസ്സിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ മണ്ണാർക്കാട് KSRTC സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് അത്യാവശ്യം ഒരു 10-200 രൂപയുടെ ഓട്ടോൻ്റെ വഴി ഉണ്ടായിരുന്നു. വ്യാസ വിദ്യാപീഠം എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു നമ്മുടെ ജില്ലാ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാനും അമ്മയുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടെ ഇറങ്ങിയപ്പോൾ നമ്മളെ അടുത്തേക്ക് ഒരു സാറ്, ആ സ്കൂളിലെ PT സാറ് വന്നു. നമ്മളെ സ്ഥലം അറിയാത്തതുകൊണ്ടും ഞങ്ങൾ ഓൾറെഡി തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതാളുടെ ഉത്തരവാദിത്തമല്ല, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ആളും വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഓട്ടോയിൽ പോയി. കാരണം നമുക്ക് സ്ഥലം അറിയില്ലല്ലോ, അതുകൊണ്ട് ആളവിടെ വെയിറ്റ് ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ സ്കൂളിലെ ഒരു 12 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താണ്, അവിടെ പോസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു കൊക്കോന് പോയിട്ട് ഒന്ന് പഠിച്ച കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വേറെ സ്കൂളിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ അവരായിട്ട് മിങ്കിളാവണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പോസ്റ്റായി പോവും. അതുമാത്രമല്ല നമ്മളായിട്ടൊരു ഗ്യാപ്പായിരിക്കും അവർക്കുണ്ടായിരിക്കുക. സോ നമ്മളെപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് മിങ്കിളാവാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ മാക്സിമം നമ്മുടെ സ്കൂളിലെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പങ്കെടുക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ കൂട്ടിലാരെങ്കിലും ഉണ്ടോ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അമ്മാതിരി പോസ്റ്റായിരിക്കും കേട്ടോ. അങ്ങനെ കണ്ടു അവരൊക്കെ അവിടെ നോക്കുമ്പോൾ നമുക്കങ്ങനെ പറ്റാത്തൊരു അവസ്ഥ. നമ്മളെ വിളിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വിളിക്കാതെ പോകാനൊരു മടിയായതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരവിടെ എന്തോ എന്തോ കാർഡ്സൊക്കെ കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് സ്കൂളിൽ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ടാണ് കിടന്നു. നാളെ പെട്ടെന്ന് നേരത്തെ എണീക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാനമ്മി ഫോണൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. എന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ എനിക്കതാണ് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മൾ മിങ്കിളാവണം. അപ്പുറത്തുള്ളവർ മീൻസ് വേറെ നമ്മുടെ കൂടെ ഉള്ള പാർട്ട്നേഴ്സ് ആരാണ് അവരായിട്ട് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ്, എനിക്കാണെങ്കിൽ ഉറക്കമൊന്നും മതിയായിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് അമ്മ അവിടെ ചെയറിലോട്ടി രാവിലെ നേരത്തെ എണീറ്റിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഓരോരുത്തർ എണീറ്റിട്ടുണ്ട്, ബ്രഷ് ചെയ്യണോ കാര്യങ്ങൾ ചെയ്യണോ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അറ്റത്തിരിക്കുന്ന 2 ടീച്ചേഴ്സ് നമ്മുടെ തന്നെ വേറെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3 സ്കൂളുകളുണ്ട്. ഒന്ന് എൻ്റെ സ്കൂള്, അതിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കോടാലിയിലൊരു സ്കൂള്, പിന്നെ കൊടകര, അങ്ങനെ 3 സ്കൂളിലെ കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞെല്ലാം വന്നിട്ട് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ വന്നിട്ട്. അതൊരു ജില്ലാതലം മത്സരത്തിന് ജില്ലാതലം. അങ്ങനെ രാവിലെ തന്നെ ഒരു അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്നോട് എൻ്റെ സ്കൂളിലെ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെക്കന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡൊന്നും അത്ര കൊള്ളത്തില്ല എന്നുള്ളത്. കാരണം അവർ ഫുട്ബോൾ ടൂർണമെൻറ്റിന് വന്നിട്ട്, പക്ഷേ എന്തോ കാര്യത്തിന് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ തന്നെ വന്ന് സെറ്റായി ഒന്ന് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഈ ബ്ലൂ കളറാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, അങ്ങനെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്കൂള്. അപ്പോൾ ഇവിടെയാണ് ഒരുവിധം കൊക്കോൻ്റെ എല്ലാ കോമ്പറ്റീഷൻസും നടക്കാറ്, ജില്ലാ കോമ്പറ്റീഷൻസൊക്കെ. കാരണം ഈ ഒരു ഗ്രൗണ്ടിൻ്റെ സ്പേസും കാര്യങ്ങളുള്ളതുകൊണ്ട്
അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല മഴ പെയ്തിട്ടാണ് നമ്മൾ കളിക്കാൻ തുടങ്ങുന്ന നേരത്തെ. അപ്പോൾ എല്ലാവരും സൈഡിൽ കയറി നിന്നു. അപ്പോഴേക്കും പിന്നെ ഉച്ചയില്ല, രാവിലത്തെ തന്നെ നമുക്ക് ചായയുടെ കൂപ്പണാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ 2-3 കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിളായിരുന്നു. പിന്നെ ഞാൻ സബ്ബായിരുന്നു കേട്ടോ. എന്നെ ഒരു സബ്ബാക്കി, കാരണം എന്നെ എന്തുകൊണ്ടാക്കിയെന്ന് എനിക്കറിഞ്ഞൂടാ, നമ്മളറിയാത്തതുകൊണ്ടായിരിക്കാം. എന്നാലും നമുക്ക് കളിക്കാൻ ചാൻസ് കിട്ടണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ കിട്ടി, പക്ഷെ ഞാൻ പോയില്ല. വേറൊരു കുട്ടീനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ലാസ്റ്റ് കഴിയാറായിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനൊരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ കൂടെയുള്ളതുകൊണ്ട് തന്നെ അമ്മേനെ ആരുടെയും തന്നെ പാരൻസ് കൂടിയില്ല. അപ്പോൾ എൻ്റെ അമ്മേനെ ഏതോ സ്കൂളിലെ ടീച്ചറാണെന്ന് കൺസിഡർ ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, പിള്ളേർക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പഴമൊക്കെ ഇട്ട് വന്നതാണ് അമ്മ. കഴിഞ്ഞ് പിന്നെ ഉച്ചത്തേക്ക് ചോറ് കേട്ടോ. ചോറ് അത്യാവശ്യം നല്ല ചോറായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്മ വരി തന്നാലാണ് കഴിക്കാൻ പറ്റുക കേട്ടോ. അമ്മ വരി തന്ന എത്ര മതിയായാലും ഞാൻ ചോറ് കഴിക്കും. അങ്ങനെ എനിക്ക് അമ്മ ചോറൊക്കെ വാരി തന്നു. അപ്പം അമ്മ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കിഷോർ വിഭാഗത്തിലെ ബോയ്സിൻ്റെ ആണിത്. ബോയ്സിൻ്റെ കോമ്പറ്റീഷനാണ്. അപ്പോൾ അവരുടെ അവിടെ കുറച്ച് ഇതായിരുന്നു കേട്ടോ, കാരണം ചെളി ആയതുകൊണ്ട് തന്നെ വീണ് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഭയങ്കര സീനാണ്. അപ്പോൾ കൈയും കാലൊക്കെ കുറേ ചേട്ടന്മാരെന്നാണ് പറയുന്നത്, എൻ്റെ ഒപ്പം തന്നെയുള്ള പിള്ളേരാണ്. പക്ഷെ കുറേ പേരുടെ പൊട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഗേൾസിൻ്റെ കോമ്പറ്റീഷൻ ആവാറായി എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഈ നീല കാണുന്നതൊക്കെ ഞങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് പൊസിഷനിൽ എത്താനായിട്ട് പറ്റി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റണ്ണേഴ്സപ്പ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് റണ്ണേഴ്സപ്പും സെക്കൻഡ് പൊസിഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം പാലക്കാടായിട്ടാണ് നമ്മൾ കളിച്ചത് കേട്ടോ. പാലക്കാട് ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമ്മളേക്കാൾ ഇരട്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് പാലക്കാട് സ്റ്റുഡൻസ്. ബൈ ദ എക്സ്പീരിയൻസ് ഐ ആം ഷെയറിങ് ദാറ്റ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, അവരുടെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മളേക്കാൾ ഇരട്ടിയാണ്. നമ്മൾ ടയേർഡായി പോയാലും അവർ ടയേർഡായി പോകത്തില്ല കേട്ടോ. പിന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അതിൽ. ആ കുട്ടീനെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിപ്പോൾ അവിടെ ആ ഒരു ലൈനിൽ നിൽക്കുന്ന ആ ഒരു കുട്ടിയായിരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ കൂടെ അമ്മ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, അമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഒരു ലുക്ക് തന്നെ നല്ലൊരു എന്താ പറയുക, അത്ലറ്റിൻ്റെ ഒരു ഫേസ് ആണ് ആ കുട്ടിക്ക് കേട്ടോ. അതേപോലെ തന്നെ ആ കുട്ടിയാണ് ആ ടീമിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ആ കുട്ടിയാണ് കൂടുതൽ ആ ടീമിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. 12 പേരുണ്ടായിരിക്കും അതിലൊരു ടീമിൽ. 3 പേര് സബ്ബായിരിക്കും. അതിൽ 9 പേരായിരിക്കും ഇറങ്ങി കളിക്കുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ ഒരു ലൈൻ ബൈ ലൈനിലിരിക്കും. അപ്പോൾ നമ്മൾ ഇടയിൽ കൂടെ ഓടുന്നവരെ നമുക്ക് ഗോ കിട്ടുമ്പോൾ ക്യാച്ച് ചെയ്യണം. അപ്പോൾ ആ ഒരു മൂവി കണ്ടാൽ തന്നെ നമുക്ക് അറിയാം. ഒരു മൂവി ഉണ്ടല്ലോ കൊക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. സ്കൂളിൽ നിന്ന് സാറ് പഠിപ്പിച്ച് തരുമ്പോഴാണ് ഈ ഒരു കൊക്കോനെ പറ്റിയിട്ട് അറിയുന്നതും കളിക്കുന്നതും എല്ലാം തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഇരിക്കുകയാണ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് അത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റണ്ണറപ്പും സെക്കൻഡ് പൊസിഷനാണ് നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് നമ്മുടെ പാലക്കാട് ടീമിനാണ് കിട്ടിയത് കേട്ടോ. തേർഡ് പിന്നെ വേറെ നമ്മുടെ മലപ്പുറം അങ്ങനെ ഏതോ ഒരു ജില്ലയ്ക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാലക്കാടിലാണ് ഫസ്റ്റ് കിട്ടിയത്. അത് കിഷോറിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒക്കെ അവർക്ക് തന്നെയാണ് കേട്ടോ കിട്ടിയത്. കാരണം അവർ അത്രയും നൈസാണ്. നമ്മളേക്കാൾ ഒരുപാട് ഉണ്ട് അവർക്ക്. കഴിവ് അവർക്ക് ഒരുപാടുണ്ട് കേട്ടോ. അത് നമുക്ക് ആ ഒരു കളിയിൽ നിന്ന് മനസ്സിലായി. പിന്നെ ബോയ്സിൻ്റെ ഒന്നും പറയാനില്ല. ബോയ്സിൻ്റെ പാലക്കാട് ടീം അതിലും അടിപൊളിയാണ്. കാരണം അവർ നമ്മുടെ എന്താ പറയുക,
ചൈനക്കാരാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ ചൈനക്കാരെന്ന് തന്നെ പറയാമല്ലോ, നമ്മുടെ നാട്ടിലുള്ളവരൊന്നുമല്ല. അപ്പോൾ അവർക്ക് ഒരു ചാതി സ്പീഡാണ് കേട്ടോ. അപ്പോൾ അവരുടെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവരുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു ഫ്ലാഷ് പോലെ നമ്മൾ വന്നത് പോലും അറിയില്ല, അമ്മാതിരി സ്പീഡാണ് കേട്ടോ അവർക്ക്. അങ്ങനെ നമ്മൾ പ്രൈസൊക്കെ മേടിച്ചിട്ട് പിന്നെ പോവാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മുടെ ബാല ടീമാണിത്. പിന്നെ അങ്ങനെ ഓരോ ടീമുകൾ പ്രൈസ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരുടെ ബസ്സിൽ തന്നെ ഇരുന്ന് പോകുന്നത് മണ്ണുത്തി വരെ. അപ്പോൾ അതിനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതർ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ് കേട്ടോ അത് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല, എന്നാലും നമ്മൾ പറയുന്ന കുറച്ച് സീനും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതിനുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾക്ക് പിന്നെ ആ ബസ്സിൽ തന്നെ പോന്നോളാൻ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തു. അപ്പോൾ നമ്മൾ മണ്ണുത്തിയിലാണ് ഇറങ്ങിയത്. മണ്ണുത്തി ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് KSRTC കയറിയിട്ട് വീട്ടിൽ വരികയാണ് ചെയ്തത് കേട്ടോ. KSRTC സ്റ്റാൻഡിൽ ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ പ്രൈവറ്റ് ബസ് നോക്കി അങ്ങനെ നമ്മൾ 3 ബസ് കയറിയിട്ടാണ് വീട്ടിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ കാഴ്ചകളാണ് പിന്നെ. അപ്പോൾ നമ്മൾ KSRTCയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. KSRTCയിൽ കയറിയിട്ടില്ല, കയറുന്നതിന് മുന്നുള്ള ഒരു കാഴ്ചകളാണ്. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങാനുള്ളവരൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണം പോവാണ് നമ്മൾ ഈ പാലത്തിന് കൂടെ. നല്ല രസമല്ലേ? എന്തായാലും ആ റോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, യാത്ര ചെയ്യാനില്ല. അപ്പോൾ ഇത് ഞാൻ കുതിരാനെത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കുതിരാനുള്ളിൽ കയറുന്നത് നല്ല അടിപൊളിയിലേക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ കോളൊന്നും കിട്ടില്ല, അതിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഞാൻ കുതിരാൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ചൂന്ന് പറഞ്ഞൊരു സൗണ്ടാണ്, നല്ല അടിപൊളിയാണ്. എനിക്കെന്തായാലും ഈ കുതിരാൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ പിന്നെ സ്റ്റോപ്പ് കഴിഞ്ഞാൽ മണ്ണത്തിക്കായില്ലേ. അങ്ങനെ പിന്നെ നമ്മളവിടെ ഇറങ്ങി പിന്നെ നമ്മൾ KSRTCയിൽ തൃശ്ശൂർക്ക് കയറി. തൃശ്ശൂരിൽ നിന്ന് പിന്നെ നമ്മൾക്കൊരു പ്രൈവറ്റ് ബസ് ആ നേരത്തെ കിട്ടിയത് കൊണ്ട് പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് നമ്മുടെ കൈപ്പറമ്പ് വന്ന് ഇറങ്ങിയിട്ട് എന്തായാലും കുറച്ച് മിഡ്നൈറ്റൊക്കെ ആയി നമ്മളെത്തുമ്പോൾ. കാരണം അത്രയും ട്രാവൽ ചെയ്യാനുണ്ടല്ലോ പാലക്കാട് നിന്ന് തൃശ്ശൂർക്കെത്താൻ 2-2.5-3 മണിക്കൂറോളം വേണ്ടി വരും, ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി പിന്നെ ഇനി ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ബസ് കിട്ടി, അതിൽ കയറി. അപ്പോൾ അതിൽ കണ്ടക്ടർ വന്നിട്ടൊരു താത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു കൊക്കോൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.